ഹായ് ഹലോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല ഈ ക്രിസ്പിനെസ് പെട്ടെന്നൊന്നും പോവില്ല. നല്ല മുരിഞ്ഞ പഴംപൊരി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോയിക്കോളി കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അധിക ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ പഴയതാ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്സായിട്ട് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വേണ്ട ഒരു 2-3 സ്പൂണോളം അരിപ്പൊടി, അതേ അളവിൽ തന്നെ കുറച്ച് റവ, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ നുള്ളു ഉപ്പ്. മക്കൾക്ക് ആയതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല ഈ സോഡാപ്പൊടി. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോഡാപ്പൊടി ചേർത്ത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് പഴം നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല മുരിച്ചെടുക്കുന്നുണ്ട്. മക്കൾക്ക് കുറച്ച് ബ്രൗൺ കളർ ആയതാണ് ഇഷ്ടം. മാത്രമല്ല ആ ഒരു ക്രിസ്പിനെസ് കുറേ നേരം കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്